അപ്പോൾ നമ്മൾ ഐലൻഡിലെത്തി. ഹായ് ഗായ്സ്, ജസ്ലിൻ ആണ്, വേ ഓഫ് ട്രാവൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഇതാ നമ്മുടെ ഖോർഫക്കാനിലാണ്. നമ്മൾ ബോട്ടിന് വേണ്ടി കാത്തുകയാണ്. ഇവിടെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം കേട്ടോ. അവർ ആദ്യം 200 പറഞ്ഞ്, പിന്നെ 150 പറഞ്ഞ്, ഇപ്പോൾ ഏകദേശം 100-ന് ഉറച്ചിട്ടുണ്ട്. 15 വെച്ച് ജെറ്റ്സ്കി ഒക്കെ ഉണ്ട്. നമ്മളെ ബോട്ട് അവിടെ റെഡി ഉണ്ട്. ഇതിനാണ് നമ്മൾ പോണത്. ഐലൻഡ് ഏകദേശം ഈ പോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ്. മനോജ് ഭായി, എങ്ങോട്ടാണ് യാത്ര? ഷാർക്ക് ഐലൻഡിലോട്ടാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ പ്ലാൻ ചെയ്യുന്ന ഒരു 2 hours ആണ്. അവിടെ നമ്മൾ ഒരു സ്നോർക്കലിംഗ് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബീച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. ക്ലൈമറ്റ് കുറച്ച് എഗെയിൻസ്റ്റ് ആണ്, ബട്ട് വി വിൽ സർവൈവ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഡെസേർട്ടിലൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത്രയും ഇതൊന്നും വരാൻ ചാൻസസ് ഇല്ല. വി ക്യാൻ മാനേജ്. ചിലപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടാവും. ഹ്യൂമിഡിറ്റി അതിനകത്ത് ക്ലൈമറ്റ് അനുസരിച്ച് ഹ്യൂമിഡിറ്റി എക്സ്പെക്ട് ചെയ്യണം. പിന്നെ വെള്ളത്തിന് ചൂട് കുറവാകുന്ന അവർ പറഞ്ഞത്, പോയി നോക്കാം. അപ്പോൾ ഏതാണ്ട് ഈ വഴി ഇങ്ങനെ പോയിട്ട് ഈ പോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഐലൻഡ് വരുന്നത്. ഇത് എക്സാക്ട് ഖോർഫക്കാൻ പോർട്ടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു മല വെള്ളത്തിൻ്റെ നടുക്ക് പൊങ്ങി നിൽക്കുക കേട്ടോ. ചുറ്റിലും വെള്ളമായിട്ട് ഈ ഒരു ഭാഗം മാത്രം വെള്ളത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നല്ലൊരു ബീച്ചും അവിടെ നല്ല വെള്ള കളറിലുള്ള മണലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു സ്ഥലം കേട്ടോ. ഇതുപോലുള്ളൊരു നല്ല ഭാഗത്ത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാം. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല എക്സൈറ്റഡാണ്. നേരെ ഐലൻഡിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 7 മണിയായിട്ടുള്ളെങ്കിലും ചെറിയ ചൂടൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞ അനുസരിച്ച് വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും, നിങ്ങൾക്ക് ഉച്ച വരെ നിൽക്കാം, നല്ല ഷെയ്ഡ് ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിതാ ഏതാണ്ട് ഖോർഫക്കാൻ ഷാർക്ക് ഐലൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബോട്ട് നിർത്തിയ ഭാഗത്താണ് നമ്മൾ ഇറങ്ങി. ആ ബീച്ചിലാണ് നമ്മൾ ശരിക്കും സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗഫൂർക്ക ദോസ്ത് എന്ന് പറഞ്ഞ് നേരെ എടുത്ത് ചാടാൻ പോവുകയാണ് വെള്ളത്തിലേക്ക്. നമ്മൾ ഐലൻഡിലെത്തി. തിരിച്ചാൽ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യും. കുറേ പേരും പോകാം. ഇതിന് ഏറ്റവും മേലെ വരെ ഒന്ന് ഹൈക്ക് ചെയ്യാം. പിന്നെ നല്ല ഭംഗി ബോട്ടിൻ്റെ പത്ത് ഖോർഫക്കാനിലൊരു ഐലൻഡാണ്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് സ്നോർക്കലിംഗ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ കാലം സ്നോർക്കലിംഗ് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഇതിനിറങ്ങാൻ കരുതി. എന്തായാലും നല്ല അടിപൊളി ഒരു ഐലൻഡ് കേട്ടോ. ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ സ്ഥലം തന്നെയാണ്. അല്ല, ബോട്ടിലൂടെ കൊടുന്ന് ഇറക്കി തരും. ഒരാൾക്ക് ഏകദേശം 30 രൂപ അപ്പ് ആൻഡ് ഡൗൺ. അത് നന്നായിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യണം. അവരാദ്യം 50 രൂപയ്ക്ക് ഒരാൾക്ക് പറഞ്ഞത്, 50 അല്ല അതിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പേർക്ക് 200 ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ടാണ് ഈ രീതിയിൽ എത്തിച്ചത്. അപ്പം ഈ ഐലൻഡിൻ്റെ പേരാണ് ഷാർക്ക് ഐലൻഡ്. അല്ല, ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ. തിരിച്ചു പോകണേ ചൂടായിട്ട്, എന്നാലും വെയിൽ വരുന്നില്ല കേട്ടോ. അവിടെ നല്ല ഷെയ്ഡ് ഉണ്ട്. ഈ ഭാഗത്ത് ഒരു ചെറിയൊരു പാറയാണ്, അതിനപ്പുറത്തൊരു വലിയ മല ഉണ്ട്. അതൊക്കെ ഹൈക്ക് ചെയ്യാം. അപ്പം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ സമയം ഇവിടെ ഇരുന്നു. അവിടെ സ്കൂബ ഡൈവിൻ്റെ ട്രെയിനിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ വന്നിട്ട് സ്നോർക്കലിംഗ് ചെയ്യാനാണ്. ഇത് നമ്മുടെ സ്കൂബ എന്നൊരു ബ്രാൻഡ്, നമ്മുടെ ഡെക്കാത്ലോണിൻ്റെ ഒരു ബ്രാൻഡാണ്. ഇത് ഏകദേശം ഒരു 150 grams അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്.
നമ്മുടെ ഫേസിൽ വെക്കുന്നത്. ഇനി നല്ല ടെൻസ് ഉണ്ട്, കാലിലിട്ടിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കിടന്നോളും. പിന്നെ നമുക്ക് താഴെയുള്ളതൊക്കെ ശരിക്കും കാണാൻ പറ്റും. Is it 30 മീറ്റർ വരെ ഓക്കെയാണോ? 30 മീറ്റർ വരെ പോകാമോ? ഇത് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് അനുസരിച്ചാ. മേലെ കിടന്നിട്ട് താഴത്തെ വ്യൂ, അണ്ടർ വാട്ടർ വ്യൂ ശരിക്കും എല്ലാവർക്കും കൂടെ കാണാൻ പറ്റും. കൂടെ ഓക്സിജൻ എടുക്കാം. അകത്ത് ശരിക്കും നമുക്ക് വായൊക്കെ തുറന്ന് വെക്കാം. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം നമുക്കൊന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാം. സ്നോർക്ലിംഗ് കിറ്റ് നമുക്കൊരു 30 dirhams മുതൽ അവൈലബിൾ ആട്ടോ. ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഡെക്കാത്തലോണിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല പ്രൊഡക്റ്റ് കിട്ടും. പിന്നെ സ്നോർക്കിൾ ചെയ്യാൻ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഖോർഫക്കാൻ തന്നെയാണ്. ഖോർഫക്കാനിൽ നമ്മൾ സ്നോപ്പി ഐലൻഡ്, അതുപോലെ തന്നെ ഈ ഷാർക്ക് ഐലൻഡൊക്കെ തന്നെയാണ്. പക്ഷേ സ്നോപ്പി ഐലൻഡ് ഇപ്പം ഒരു ഹോട്ടലിൻ്റെ കീഴിലായതുകൊണ്ട് അവരെ ചാർജാണ്. അവർ ഓൾമോസ്റ്റ് 100 dirhams ചാർജ് ചെയ്തിട്ട് അവർ നമ്മുടെ കൊണ്ടുപോയി ചെയ്യുകയാണ് ചെയ്യുക. നമുക്കും വേണമെങ്കിൽ പോയി ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അജ്മാനിലെ സോറ ബീച്ചിലും അതുപോലെ മുൽക്കോയിൻ മാംഗ്രൂവ്സിലും ഒക്കെ ഒരുപാട് പേര് സ്നോർക്കിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കിഡു കാഴ്ചകളായിട്ടാണ് നമ്മളെ കടലിൻ്റെ അടിയിലുള്ളത്. അത് കണ്ടാലും മടുക്കാത്തൊരു കാഴ്ചകളാണ്. ഈ ഒരു ഭാഗമൊന്നും തീരെ താഴ്ചയില്ലാത്ത ഭാഗമാണ്. ഏതാണ്ട് ഒരു 2-3 മീറ്റർ മാത്രം താഴ്ചയുള്ള ഭാഗമാണ്. ആ നീല കളർ കാണുന്ന ഭാഗത്ത് കുറച്ചും കൂടി ഡീപ്പാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് വെള്ളത്തിൻ്റെ മുകളിൽ കിടന്നോളും. പിന്നെ നമുക്ക് അടിയിലെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാൻ കഴിയും. ഒരുപാട് തരം ജീവികളാണ് കേട്ടോ നമ്മുടെ കടലിൻ്റെ അടിയിൽ ജീവിക്കുന്നത്. ഈ കാണുന്ന മുള്ളംപന്നി പോലുള്ള കറുത്ത ജീവി കടലിനടിയിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. മുന്നേ നമ്മൾ സ്കൂബ ഡൈവ് ചെയ്ത സമയത്ത് പലരും അതിൽ പോയി തൊട്ടിട്ട് കയ്യിൽ മുറിവായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഏതാണ്ട് സെപ്റ്റിക് ആയിട്ടുണ്ടായിരുന്നു പലർക്കും. അത് കുറച്ച് പോയിസൺ ആയിട്ടുള്ള ഒരു ജീവിയാണ്. അതുപോലെ തന്നെ പലതരം ഫിഷുകളെയും പല കളറിലുള്ള ഫിഷുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന ഒരു പാമ്പ് പോലെ താഴെ കിടക്കുന്ന ഒരു ജീവിയാണത്. അത് അനങ്ങാതെ, അത് ഇതുവരെ അനങ്ങുന്നത് ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള മീനുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് മടുക്കാത്ത കാഴ്ച കേട്ടോ. ഈ ഒരു ഭൂമിയിൽ എന്ത് കണ്ട് മടുക്കാനാവാത്ത കാഴ്ച ഉണ്ടെങ്കിൽ അത് കടലിൻ്റെ താഴെയുള്ള കാഴ്ചകളായിരിക്കും. കാരണം ഇതിനൊരു അവസാനമില്ല കേട്ടോ. ഓരോ ഭാഗത്തും പല രീതിയിലുള്ള മാറ്റങ്ങളും, അതുപോലെ തന്നെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയെന്നറിയാം. ഇതൊക്കെ ശരിക്കും നമ്മൾ അവിടെ പോയി തന്നെ എൻജോയ് ചെയ്യണം. അതുപോലെ തന്നെ സ്നോപ്പി ഐലൻഡിൻ്റെ ചുറ്റുഭാഗങ്ങളിലും നല്ല വൈറ്റ് സാൻഡും അതിനടിയിൽ ഇതുപോലത്തെ പല കാഴ്ചകളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഫിഷുകൾ ഏറ്റവും കൂടുതൽ കാണണമെങ്കിൽ നമുക്ക് സ്കൂബ ഡൈവ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ദിബ റോക്സ്. ദിബ റോക്സിൻ്റെ അവിടെ സ്നോർക്കിളിങ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ബോട്ട് റെൻറ്റിന് കിട്ടുകയാണെങ്കിൽ അവിടെ പോയി സ്നോർക്കിൾ ചെയ്യാം. അവിടെ വലിയ വലിയ ഫിഷുകളെയും ഷാർക്കിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മുന്നേ ഒരു സ്കൂബ ഡൈവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 20 പേര് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് സ്കൂബ ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മൾ ചെയ്തത് ദിബ റോക്കും അതുപോലെ തന്നെ സ്നോപ്പി ഐലൻഡുമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഫിഷുകളെയും അതുപോലുള്ള മറ്റ് ജീവികളെയും കാണാൻ കഴിഞ്ഞത് നമ്മുടെ ദിബ റോക്ക് ഏരിയയിലാണ്. പല ഹോട്ടൽസും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് വെച്ചിട്ടുള്ള ഒരുപാട് ഐലൻഡുകളാണ് ഇതെല്ലാം. സ്നോപ്പി ഐലൻഡ് ആണെങ്കിലും അതുപോലെ തന്നെ ദിബ റോക്ക് ആണെങ്കിലും ഹോട്ടലുകളാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പുറത്തുനിന്ന് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ധാരണയില്ല. എന്നാലും സ്നോപ്പി ഐലൻഡിലേക്ക് ബീച്ച് വഴി പലരും നീന്തി വരുന്നത് കണ്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ ജാക്കറ്റ് മസ്റ്റായിട്ട് വെക്കണം, കാരണം അത്യാവശ്യം ദൂരം നീന്തി പോകാനുണ്ട്. പിന്നെ ഈ ഒരു ഫേസ് മാസ്ക് ഇടുന്നതോടുകൂടി തന്നെ നമ്മൾ ഫ്ലോട്ടായി കിടക്കും. അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഭംഗിയായിട്ട് എൻജോയ് ചെയ്ത് കടലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കാം. ഏതാണ്ട് ഈ ഒരു സമയത്തും മോർണിംഗിലും ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. കാരണം മോർണിംഗിലൊക്കെ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. ഏതാണ്ട് ഒരു 10 മണി വരെ അല്ലെങ്കിൽ 11 മണി വരെയൊക്കെ നമുക്ക് വെള്ളത്തിൽ ശരിക്കും എൻജോയ് ചെയ്യാം. ഒരു ഗോപ്രോ പോലത്തെ അണ്ടർ വാട്ടർ ക്യാമറ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതിൻ്റെ കാഴ്ചകളെല്ലാം ഒപ്പിയെടുക്കാൻ കഴിയും. അപ്പോൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കിടന്ന് നീറ്റ് കയറി വരികയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് മല കയറാൻ പോവാണ്. ഒരു ചെറിയ ഹൈക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആ കാണുന്ന മല കയറാൻ പോവാണ്. ഇങ്ങനെ നടന്ന് പോയി നോക്കാം. ഇവിടെ നല്ല കറുത്ത പാറകൾ കേട്ടോ. നിറയെ എന്താ പറയുക, ഈ സാധനത്തിന് എന്താ പറയുക, നല്ല വെള്ളയും കറുത്തയും കളറിലുള്ള കുറേ സ്റ്റോൺസും ഡബിൾ
നല്ല സ്ലിപ്പറിയാണ്. സൂക്ഷിക്കുക, അതുപോലത്തെ മഞ്ഞ കല്ലുകളൊക്കെ കാണുമ്പോൾ ചവിട്ടണ്ട, നല്ല സ്ലിപ്പറിയാണ്. വെള്ളയും കറുപ്പും എല്ലായിടത്തും തന്നെ നല്ല കളർഫുള്ളായിട്ട്. ചെറിയൊരു മലയാണ്, എന്തായാലും എൻ്റെ മേലെ കയറി നോക്കാം. ഇത്ര കയറ്റം. നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഹൈക്കാണ്, പക്ഷേ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ഹ്യൂമിഡിറ്റിയാണ്, ചേർക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ കയറി വന്നിട്ടാ, അടിപൊളി. നമ്മൾ വന്ന ഭാഗം ഇതാണ്, ആ ബോട്ട് നിർത്തിയിട്ടുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇത് നമ്മൾ ഖോർഫക്കാൻ പോർട്ട്. അപ്പം അത്യാവശ്യം ചെറിയ ചൂടൊക്കെ ഉണ്ട്, അത്യാവശ്യമില്ല നല്ല ചൂടുണ്ട്. ഞങ്ങൾ ഏതാണ്ട് മേലെത്തി. അപ്പോൾ താഴേക്കുള്ള വ്യൂ നല്ല രസമുണ്ട് കേട്ടോ ഇവിടുന്ന്. എന്തായാലും ഇതുപോലെ കയറാൻ വരുന്നൊരു ഈ ക്ലൈമറ്റിൽ അത്യാവശ്യം വെള്ളം കൊണ്ട് കയറണം. ഇനിയിപ്പം നമ്മളെ വണ്ടി വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകും. അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നത്തെ അംഗം കഴിഞ്ഞു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. തിരിച്ചു പോകണേ. എന്തായാലും ഞങ്ങൾ ഒരു 9 മണിയാകുമ്പോൾ തിരിച്ചു പോകണം കരുതിയാണ്, ചൂടാവുന്ന കരുതിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല ക്ലൈമറ്റ്, വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഷെയ്ഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നു. അതിപ്പോഴല്ലേ, ഇപ്പോൾ ഏതാണ്ട് 11 മണിയായി. അങ്ങനെ ഇറങ്ങിയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ. മലൻ്റെ മേലെയാണ് ഞങ്ങൾ കയറിയത്. തൊട്ടപ്പുറത്ത് ചെറിയ മലൻ്റെ അവിടെയാണ് നമ്മൾ വെള്ളത്തിലിറങ്ങണമൊക്കെ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായുള്ളൂ, കാരണം പെട്ടെന്നുള്ള ഒരു എലിവേഷൻ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. താഴെ വന്ന് വെള്ളത്തിലിറങ്ങിയപ്പോൾ വെള്ളം നല്ല തണുത്ത വെള്ളമായിരുന്നു. ഐലൻഡ് ഇതാ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ ഇതുവരെ എൻജോയ് ചെയ്തത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഖോർഫക്കാനിലേക്കാണ്. ആ സമയപ്പോഴേക്കും ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയായിട്ടുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ ഖോർഫക്കാൻ്റെ മലകളൊന്നും കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള മഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല മൂടൽമഞ്ഞായിരുന്നു അന്നത്തെ ദിവസം കോസ്റ്റൽ സൈഡിൽ എല്ലാ ഭാഗത്തും നല്ല ഫോഗി ആയിരുന്നു. നമ്മൾ ഏതാണ്ട് ഖോർഫക്കാൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മളൊരു കാഴ്ച ദൂരെ കണ്ടു കേട്ടോ. നമ്മുടെ വാട്ടർഫോൾസ്, ഖോർഫക്കാൻ വാട്ടർഫോൾസ് നമുക്കിങ്ങനെ ദൂരെ കാണാൻ കഴിയും. എന്തായാലും നല്ല പൊള്ളിയൊരു ബോട്ട് യാത്ര തന്നെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചത് ഖോർഫക്കാൻ്റെ ബീച്ചിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ലാൻഡ് ചെയ്തു. ഖോർഫക്കാൻ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ അടുത്തൊരു അഡ്വഞ്ചറായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മുടങ്ങാതെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.